അപ്പോൾ നമ്മളുടെ +1 എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ അഗ്നി റീലോഡഡിൻ്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയ ബാച്ച് നാളെ മുതൽ April 11th മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇതുവരെ ജോയിൻ ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാണ് ഇത് കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നാളെ മുതൽ നമ്മളുടെ പുതിയ ബാച്ച് അഗ്നി റീലോഡഡിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ അഗ്നി റീലോഡഡിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലേ? കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മളെല്ലാ ചാപ്റ്റേഴ്സിനും നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അറിയണം അല്ലേ? നമുക്ക് ആ ചാപ്റ്റർ അറിയണം. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആ ചാപ്റ്റർ അറിയണം, അതിൻ്റെ കണ്ടൻറ്റ് അറിയണം, ആൻഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയണം അല്ല, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ അറിയണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് ഇരുന്ന് ഫുൾ ചാപ്റ്റേഴ്സും ഒറ്റയടിക്ക് പഠിച്ചു നോക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ മിസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബയോളജിയിൽ അതൊരിക്കലും പറ്റില്ല. കാരണം നമുക്ക് +1 22 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് തലേന്നിരുന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ കൂടി ഉള്ളതും കൂടി മറന്നു പോകുന്നല്ലാതെ വേറൊരു കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളുടെ മുൻപിൽ 2 മാസത്തെ സമയമുണ്ട്. അപ്പം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ടിങ് മുതൽ ഓരോ ചാപ്റ്റേഴ്സും വരാനുള്ള, ഇപ്പോൾ ഓരോ ചാപ്റ്ററിനും ഓരോ വെയിറ്റേജ് ആണല്ലേ. അപ്പോൾ ഓരോ ചാപ്റ്ററിനും നമുക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ മാർക്സ് വരുന്ന ഏരിയ കംപ്ലീറ്റ് പഠിക്കുക. ആൻഡ് ആ കണ്ടൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ഒരു ചാപ്റ്ററിനും, അങ്ങനെ നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സിനും നമുക്ക് എത്ര മാർക്ക് വരാൻ ചാൻസ് ഉണ്ടോ ആ കംപ്ലീറ്റ് മാർക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതലേ സ്മൂത്തായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എന്താണ്, എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് ടെൻഷൻ വേണ്ട. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോഴേക്ക് നമ്മളുടെ കാര്യം എന്തായി, കംപ്ലീറ്റ് ആയി. സോ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ അഗ്നി റീലോഡഡിൽ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അഗ്നി റീലോഡഡിൽ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതിന് പുറമേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിന് എങ്ങനെയെങ്കിലും, ഇപ്പോൾ 1 മാർക്കിനോ 1/2 മാർക്കിനോ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാച്ചാണ് നമ്മളുടെ അഗ്നി റീലോഡഡ് 2022 നമ്മളുടെ +1 റിവിഷൻ ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങളുടെ സീനിയേഴ്സ്, അപ്പോൾ പേര് മാത്രമേ മാറിയിട്ടുള്ള അഗ്നി റീലോഡഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സീനിയേഴ്സ് എന്താണ്, യോധാ ബാച്ചിൽ ജോയിൻ ചെയ്ത് അവരുണ്ടാക്കിയ റിസൾട്ടാണത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് എന്താണ്, വളരെ കുറച്ച് ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്നും അറിയാതിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അവർ കഷ്ടപ്പെട്ട് എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ്. ഇത്രയും നല്ലൊരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി, അതും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലും നല്ല റിസൾട്ട് നമ്മളുടെ അഗ്നി റീലോഡഡിൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിക്കും എന്തുണ്ടാക്കും, ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതിനുള്ള സമയം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ആ ഒരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കാര്യം. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തായാലും ഒരു നല്ല മാർക്ക് കിട്ടും. സോ നമ്മളുടെ അഗ്നി റീലോഡിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാകും. ദെൻ വീക്ക്ലി 2 മെൻറ്റി ക്വിസ് ഉണ്ടാകും. അവിടെ നമ്മൾ 1 വേർഡ് വരാനുള്ള ക്വസ്റ്റ്യൻസും അല്ലാതെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ ചെയ്യും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറന്നു പോകരുത്. എപ്പോഴാണ്, April 11th മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് May 24th വരെയാണ്. അപ്പം ഇതിപ്പോൾ ഓൾറെഡി തുടങ്ങിയില്ല, എങ്ങനെയാണ് ഇനി പഠിച്ചെടുക്കുക? അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, ടൈം ടേബിളൊക്കെ സെറ്റാണ്. അപ്പം ഈ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും നിങ്ങൾ പോകുന്നത്, അല്ലാതെ പഴയ ടൈം ടേബിൾ അനുസരിച്ചല്ല. നിങ്ങൾ എങ്ങനെ ഈ ഒരു സമയം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിന് വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ എഗെയിൻ April 11th മൺഡേ മുതൽ നമ്മളുടെ ബയോളജി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര മണിക്കൂർ പഠിക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ബയോളജി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മൾ ലിവിങ് വേൾഡ് വെച്ച് പഠിച്ചു തുടങ്ങും. ഓക്കെ, ലിവിങ് വേൾഡ് വെച്ച് പഠിച്ചു തുടങ്ങും. ദെൻ കെമിസ്ട്രി ആൻഡ് ദെൻ മാത്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ പഠിച്ചു പോകാൻ നമ്മളുടെ അഗ്നി റീലോഡഡിൻ്റെ ഫീ എന്ന് പറയുന്നത് 2000 rupees-ആണ്. 2000 rupees-ആണ് നിങ്ങളുടെ അഗ്നി റീലോഡഡിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു 2 മാസം നമ്മൾ അഗ്നി റീലോഡഡിൽ ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചു
വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉയരയിലെത്തും അല്ലേ, നമ്മളുടെ +2 നമ്മളെല്ലാവരും +2 കുട്ടികളാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്ട്രാ 6000 കൊടുത്ത് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വൈസ് ആയിട്ടുള്ളൊരു തീരുമാനം ഇവിടെ എടുക്കാം. നിങ്ങൾ ഇപ്പോഴേ നമ്മളുടെ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ അഗ്നി റീലോഡഡ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു 6000 റുപ്പീസിന് നമ്മളുടെ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഗ്നി റീലോഡഡ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. സോ അങ്ങനെ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ല ഡിസിഷൻ. അതല്ല ഇപ്പം +1 ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അഗ്നി റീലോഡഡ് 2000 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടൈം ടേബിളൊക്കെ റെഡിയാണ്, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഒന്നും മിസ് ചെയ്യാതെ നന്നായിട്ട് ഒരു ലൈവ് ക്ലാസ്സും മിസ്സായി പോകരുത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രീ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്പർ. ഈ നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾ ആഡ്മി എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ടാകും, ഈ ലിങ്ക് ഉണ്ടാകും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ഫ്രീ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ലൈവ് ക്ലാസ്സസ് ഒന്നും മിസ്സായി പോവില്ല. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ എക്സാമിനറിൻ്റെ നീറ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് എക്സ്ട്രാ നമ്മൾ നീറ്റ് എക്സാം നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾക്കറിയാം നീറ്റ് എക്സാമിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ബാച്ചൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നീറ്റിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മളുടെ എക്സാമിനറിൻ്റെ നീറ്റിൻ്റെ ചാനലിലാണ് ഉണ്ടാവുക. സോ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നോട്ട്സ്, ഇപ്പോൾ അഗ്നി റീലോഡിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് നോട്ട്സ് കിട്ടുക എന്നുള്ളത്, ഇവിടെ നമ്മൾക്ക് അഗ്നി റീലോഡഡ് എന്ന് പറഞ്ഞൊരു ഐക്കൺ നമ്മളുടെ ഹോം പേജിൽ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് എന്തുണ്ടാകും, നമ്മളുടെ ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തുണ്ടാവുന്നതാണ്, നോട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടൊക്കെ നോക്കിയിട്ട് റിവൈസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ഇനിയും ലേറ്റ് ആക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ താഴെ നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.